ഓക്കെ കുട്ടികളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മോഷൻ ഓഫ് എ ബ്ലോക്ക് ഓവർ എ ഫ്രിക്ഷൻലെസ് ഹെമിസ്ഫിയറിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. മോഷൻ ഓഫ് എ ബ്ലോക്ക് ഓവർ എ ഫ്രിക്ഷൻലെസ് ഹെമിസ്ഫിയറിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ ഒരു ഹെമിസ്ഫിയർ. ഇമാജിൻ ചെയ്യാം, അതിൻ്റെ ക്രോസ് സെക്ഷൻ വ്യൂ ആണ് ഇവിടെ കാണിച്ചത്. ആ ഹെമിസ്ഫിയർ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഹെമിസ്ഫിയർ ആണ്, അതായത് ഫ്രിക്ഷൻ ഇല്ല. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഒരു മാസിനെ, നമ്മളുടെ ഒരു എം മാസ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ വെക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എം ജി ഉണ്ടാവും, ഒരു എൻ നോർമൽ റിയാക്ഷൻ മേലോട്ടേക്ക് ഉണ്ടാവും. ഇനി ഇവിടെ നിന്ന് ഇത് ജസ്റ്റ് ഒന്ന് ഇക്വിലിബ്രിയം പൊസിഷനിൽ ഡിസ്റ്റർബ് ചെയ്തു, അതുവഴി ഇത് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി. സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്ന സിറ്റുവേഷനിൽ അതിനെന്ത് ചെയ്യും, ഒരു വെലോസിറ്റി ഈ ഡയറക്ഷനിൽ ഉണ്ടാവും. ഇനീഷ്യലായിട്ട് ഇപ്പോൾ ഉള്ള കേസിൽ അതിന്റെ വെലോസിറ്റി എത്ര, 0 ആണ്. അപ്പോൾ സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്ന സിറ്റുവേഷനിൽ വെലോസിറ്റി 0 ആണ്. ആൻഡ് ആസ് ഇറ്റ് ഇസ് സ്ലൈഡിങ് ഡൗൺ യു കുഡ് ഇമാജിൻ ദാറ്റ് അതിനൊരു ടാൻജൻഷ്യൽ വെലോസിറ്റി ഉണ്ടാവും. ആയിക്കോട്ടെ, ഞാൻ അത് വെലോസിറ്റിനെ ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എം ജി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സിറ്റുവേഷനിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സബ്സ്റ്റൻസ് ഒരു തീറ്റ ആംഗിൾ കവർ ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന എം ജി എന്ന് പറയുന്ന ആൾ ഇവിടെയും ഇതേപോലെ തന്നെ ഉണ്ടാവും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം ജിക്ക് മാറ്റുന്നുണ്ടാവും അല്ലെ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എം ജിയും അവിടെ അതേ വാല്യൂവിൽ താഴത്തേക്ക് നയിക്കുന്നുണ്ടാവും. ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എം ജിനെ നമുക്ക് രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റാം. വി കുഡ് റിസോൾവ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം ജി, അതായത് ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇത് റെഡ് കളറിലുള്ള ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് എം ജി, അതിനെ ഞാൻ ഇവിടെ എഴുതുന്നില്ല, എം ജി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആംഗിളിനെ തീറ്റ ആയിട്ട് പറയാൻ പറ്റില്ലേ. വി കുഡ് സേ ദിസ് ആംഗിൾ ഇസ് തീറ്റ, അതായത് പാരലൽ ലൈൻസിൽ ഇങ്ങനെ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആംഗിളും സെയിം ആണെന്ന് പഠിച്ചത് കൊണ്ട് അതുകൊണ്ട് ഈ ആംഗിൾ തീറ്റയാണ്. വി കുഡ് ഈസിലി സേ ദിസ് ആംഗിൾ ഇസ് ഓൾസോ തീറ്റ. അതുകൊണ്ട് ഇത് എം ജി കോസ് തീറ്റ, ഇത് എം ജി സൈൻ തീറ്റ, അങ്ങനെയാവും. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ എത്തുന്ന സമയത്ത് അതിനൊരു ടാൻജൻഷ്യൽ ആയിട്ട് വെലോസിറ്റി ഉണ്ടാവും. അതൊരു സർക്കുലാർ പാത്തിലാണ് നീങ്ങുന്നത്. അത് ടാൻജൻഷ്യൽ ആയിട്ട് വെലോസിറ്റിയും അതൊരു സർക്കുലാർ പാത്തിൽ നീങ്ങുന്നതായതുകൊണ്ട് ഈ എം മാസിന്റെ മേലെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. സിൻസ് ഇറ്റ്സ് മൂവിങ് ഇൻ എ സർക്കുലാർ പാത്ത്, എം മാസിന്റെ മേലെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെയാണ് ഞാനിതാ ഇവിടെ എഫ് സി എന്ന് പറഞ്ഞ് കാണിച്ചത്. ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും, കാരണം വെലോസിറ്റി കൂടി വരുന്നതുകൊണ്ട് ആദ്യം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവില്ല, പക്ഷേ as it is moving in a circular path and it's having a velocity over here, ഇവിടെ എത്തുമ്പോഴേക്കും അതിനൊരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മുകളിലേക്ക് ഉണ്ടാവും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, away from the center ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും ഇതിന്റെ നോർമൽ റിയാക്ഷന്റെ വില നിങ്ങൾ നോക്ക്, ഇവിടെയുള്ള നോർമൽ റിയാക്ഷനേക്കാൾ കുറച്ച് കുറവല്ലേ ഇത്. കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് ഇവിടെ നോർമൽ റിയാക്ഷന്റെ വില ലേശം കുറയ്ക്കാം. കാരണം എന്താ, നോർമൽ റിയാക്ഷൻ കുറഞ്ഞു വരും. വൈ? ഇറ്റ് ഇസ് ബിക്കോസ് ഈ നോർമൽ റിയാക്ഷൻ, നമ്മളെ നോർമൽ റിയാക്ഷൻ കാണുന്നുണ്ട്, ഈ നോർമൽ റിയാക്ഷനും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ആർക്ക് ഈക്വൽ ആയിരിക്കണം? എം ജി കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കണം. നോക്ക്, ഈ എം ജി കോസ് തീറ്റ എന്നുള്ളതിന്റെ വില നോർമൽ റിയാക്ഷൻ പ്ലസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം. അപ്പം അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഇതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ നോർമൽ റിയാക്ഷനും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെയും കൂടി സമ്മ് ആർക്ക് ഈക്വൽ ആയിരിക്കണം? എം ജി കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കണം. അതായത് ഇവിടെ എം ജി ആണെങ്കിൽ നമ്മളുടെ നോർമൽ റിയാക്ഷൻ എതിർക്കാൻ വേണ്ടിയിട്ട് എം ജി കോസ് തീറ്റ ആണുള്ളത്. അപ്പൊ എം ജിനേക്കാൾ കുറവായിരിക്കും എം ജി കോസ് തീറ്റ. പക്ഷേ ആ എം ജി കോസ് തീറ്റ നോർമൽ റിയാക്ഷൻ ഇവിടെ ഈക്വൽ ആവോ? ഇല്ല, അത് നോർമൽ റിയാക്ഷൻ പ്ലസ് എഫ് സിയുടെ സമ്മിന് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വെറുതെ നമ്മൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ വെച്ചോ. അതായത് ഈ തീറ്റ എന്ന് പറയുന്ന ഈ സിറ്റുവേഷന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് എഴുതാം ദ നെറ്റ് അപ്വേർഡ് ഫോഴ്സ്, അതായത് എൻ പ്ലസ് എഫ് സി ഇസ് ഈക്വൽ ടു എന്ത്? എം ജി കോസ് തീറ്റ എന്നുള്ളൊരു ഇക്വേഷൻ വേണം നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും ഈ സിറ്റുവേഷൻ.
ഇനി നിങ്ങൾ ഇത് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ആസ് ഇറ്റ് ഇസ് സ്ലൈഡിങ് ഡൗൺ അതിന്റെ ടാൻജൻഷ്യൽ ആയിട്ടുള്ള വെലോസിറ്റി കൂടിക്കൂടി വരും. വെലോസിറ്റി കൂടുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ത് ചെയ്യും, കൂടിക്കൂടി വരും. ഇനി ഇത് താഴോട്ടേക്ക് പോകുന്നതനുസരിച്ച് അതിന്റെ എം ജിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. അതായത് ഈ എം ജി തന്നെ ആയിരിക്കും ഇവിടെയുള്ള എം ജി, ഇവിടെയുള്ള എം ജി, അത് ന്യൂമറിക്കലായിട്ട് മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എം ജി കോസ് തീറ്റ എന്ത് ചെയ്യും, കുറയും. എം ജി കോസ് തീറ്റ കുറയും. അപ്പം എഫ് സിയുടെ പവർ കൂടും, എം ജി കോസ് തീറ്റ കുറയും. അതായത് ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ എന്ത് ചെയ്യും, നമ്മളുടെ നോർമൽ റിയാക്ഷൻ തുടക്കത്തിൽ നല്ല മാക്സിമം ഉണ്ടായിരുന്നു. ഇത് താഴോട്ടേക്ക് നീങ്ങുന്നതനുസരിച്ച് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മേലോട്ടേക്ക് വരുന്നത് കൊണ്ട് നോർമൽ റിയാക്ഷൻ കുറയേണ്ടി വന്നു. പിന്നെ എം ജി കോസ് തീറ്റ കുറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ എത്തുമ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ ഒരു പെർട്ടിക്കുലർ ആംഗിൾ, ഞാൻ പറയട്ടെ, ഇവിടെ ഒരു ഫൈ ആംഗിൾ എത്തുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ നമ്മൾ ഈ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം ജി. ഈ ആംഗിളിനെ നമ്മൾ ഫൈ എന്ന് കാണിച്ചത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ ഈ തീറ്റ പറഞ്ഞ പോലെ തന്നെ ഈ ആംഗിൾ ഫൈ ആയിരിക്കും. ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ ഇത് നമ്മളുടെ എം ജി കോസ് ഫൈ ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ ഇത് നമ്മളുടെ എം ജി സൈൻ ഫൈ ആയിരിക്കും. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എത്തുമ്പോഴേക്കും അതിന് നല്ലോണം വെലോസിറ്റി കൂടിയിട്ടുണ്ടാവും. വെലോസിറ്റി കൂടുന്നതനുസരിച്ച് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടിയിട്ടുണ്ടാവും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് നോർമൽ റിയാക്ഷൻ കുറഞ്ഞിട്ട് ഈ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എം ജി കോസ് ഫൈക്ക് ഈക്വൽ ആയിരിക്കും. അതായത് ഈ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നോർമൽ റിയാക്ഷൻ എന്തായിരിക്കും, 0 ആവും. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഈ ഒരു സർക്കുലാർ മോഷനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് സംഭവിക്കും. അപ്പൊ ഇവിടെ നോർമൽ റിയാക്ഷൻ 0 ആവും. നോർമൽ റിയാക്ഷൻ 0 ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, പിന്നെ അവിടുന്ന് ആ സബ്സ്റ്റൻസിന് സർഫസുമായിട്ട് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് പിന്നെ അതിനെന്ത് ചെയ്യും, ഈ ഒരു പോയിന്റിൽ നിന്ന് അതിന് ഇപ്പം ഒരു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇങ്ങോട്ടേക്ക് ഉണ്ട് വിചാരിച്ചു. ആ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വഴി then onwards it will execute a projectile motion. പിന്നെ അവിടുന്ന് അതൊരു പ്രൊജക്ടൈൽ മോഷൻ രീതിയിലാണ് താഴത്തേക്ക് നീങ്ങുന്നത്, അല്ലെ? അവിടുന്ന് പിന്നെ അതൊരു പ്രൊജക്ടൈൽ മോഷന്റെ രീതിയിൽ മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ടാവും. എന്തായാലും ഇവിടെ നിന്ന് പിന്നെ അത് അങ്ങോട്ട് ഒരു പ്രൊജക്ടൈൽ മോഷന്റെ രീതിയിൽ മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൊസിഷനിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഇഫ് വി ആർ മേക്കിംഗ് എൻ ഇക്വേഷൻ ഫ്രം ദാറ്റ് കറന്റ് പൊസിഷൻ, നമുക്ക് ആ പൊസിഷനിൽ നിന്ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ലിമിറ്റിംഗ് സിറ്റുവേഷനിൽ എന്ത് ഈക്വൽ ആണ്, normal reaction is becoming 0 in this particular situation. Therefore centrifugal force ആർക്ക് ഈക്വൽ ആയിരിക്കും, എം ജി കോസ് ഫൈക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് ഈ സിറ്റുവേഷനിൽ എഫ് സിക്ക് പകരം സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് പകരം നമുക്ക് എം വി സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു എന്താക്കാം, എം ജി കോസ് ഫൈ എന്നാക്കാം. വേർ ആർ എന്ന് പറയുന്നത് ഈ സെമി സർക്കുലാർ പാത്തിന്റെ റേഡിയസ്, ആർ എന്ന് പറയുന്നത് ഈ സെമി സർക്കുലാർ പാത്തിന്റെ റേഡിയസ് ആണ്. അതിൽ നിന്ന് എമ്മും എമ്മും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു ജി കോസ് ഫൈ എന്നുള്ള ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കാം. നടക്കട്ടെ. ഇനി നമ്മൾ ഈ ഒരു സിറ്റുവേഷനെ അനലൈസ് ചെയ്യാം. ഈ സിറ്റുവേഷനിൽ നമുക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ആസ് വി ക്യാൻ ക്ലിയർലി സീ, നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ സബ്സ്റ്റൻസ് ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നോർമൽ റിയാക്ഷൻ 0 ആവുന്നത്. ഇവിടെ നോട്ടിട്ടാണ് പിന്നെ അത് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഈ സെമി സർക്കുലാർ അല്ല ഹെമിസ്ഫിയറുമായിട്ട് കോണ്ടാക്ട് നഷ്ടപ്പെട്ടിട്ട് പിന്നെ അവിടുന്ന് ഒരു പ്രൊജക്ടൈലിന്റെ രൂപത്തിൽ നീങ്ങുന്നത്. അപ്പം ഈ പോയിന്റ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ വി കുഡ് ഡ്രോ എ ട്രയാങ്കിൾ. നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ലൈന് ഇങ്ങോട്ട് കൺസ്ട്രക്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈന് കൺസ്ട്രക്ട് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യല്ലേ. ഈ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡ് ലെങ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിന്റെ റേഡിയസ് ആണ്, ഹെമിസ്ഫിയറിന്റെ റേഡിയസ് ആർ. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസിനെ നമുക്ക് വെറുതെ ഞാൻ h എന്ന് ഡിനോട്ട് ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, ഈ ഡിസ്റ്റൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് കണ്ടാൽ അറിയാം, ഈ കംപ്ലീറ്റ് ഡിസ്റ്റൻസും ആർ തന്നെ ആയിരിക്കും. അപ്പം ഇത് എന്തായിരിക്കും, നമുക്ക് ഈ ഡിസ്റ്റൻസിനെ ആർ മൈനസ് എച്ച് എന്നും എഴുതാം അല്ലെ, ആർ മൈനസ് എച്ച് എന്നും എഴുതാം. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നിന്ന് ഈ ഒരു ആംഗിൾ എത്രയാണ്, സിൻസ് ദിസ് ആംഗിൾ ഇസ് ഫൈ ആയതുകൊണ്ട്, ഈ ആംഗിൾ ഫൈ ആയതുകൊണ്ട് എച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, എച്ച് ഇസ് ഈക്വൽ ടു നമ്മളുടെ
ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ അഡ്ജസന്റ് സൈഡ് ആണിത്. അഡ്ജസന്റ് സൈഡ് ആയതുകൊണ്ട് h is equal to r cos phi എന്ന് വേണം എനിക്ക് എഴുതിക്കൂടെ. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ അഡ്ജസന്റ് സൈഡ് ആയതുകൊണ്ട് h is equal to r cos phi ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് h is equal to r cos phi ആണെങ്കിൽ നമുക്ക് r മൈനസ് h എന്ന് പറയുന്നത് r മൈനസ് r cos phi, അതിൽ നിന്ന് r പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ r ഇൻറ്റു 1 മൈനസ് cos phi എന്നുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് വേണം എഴുതാം. ഓക്കെ, അപ്പം r മൈനസ് h അല്ലെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ഇൻറ്റു 1 മൈനസ് cos phi ആണ്. ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഇക്വേഷനും വെറുതെ നമ്മൾ ഉണ്ടാക്കി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ആണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റിനെ നമ്മളുടെ റെഫറൻസ് ലൈൻ ആയിട്ട് എടുത്തു, ഇതിനെ നമ്മളുടെ ബേസ് ലൈൻ അല്ലെങ്കിൽ റെഫറൻസ് ലൈൻ ആയിട്ട് എടുത്തു വെച്ചു. If we are taking this line as our base line, ഇതാണ് നമ്മളുടെ റെഫറൻസ് ലൈൻ അല്ലെ ബേസ് ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇതിനെ ഒറിജിൻ ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പോയിന്റ് ആണ് ഇതിന്റെ ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് ഇതിന്റെ ഫൈനൽ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പ്രകാരം ഇനീഷ്യൽ കൈനറ്റിക് എനർജി പ്ലസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഷുഡ് ബി ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി പ്ലസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ ഉള്ളപ്പോഴുള്ള കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെയും കൂടി സമ്മ് ആർക്ക് ഇരിക്കും, ഇവിടെ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജിന്റെയും പൊട്ടൻഷ്യൽ എനർജിയും കൂടി സമ്മിന് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ശ്രദ്ധിച്ചോ. ഇവിടെ നിൽക്കുന്ന സമയത്ത് ആ സബ്സ്റ്റൻസിന്റെ വെലോസിറ്റി എത്രയാണ്? 0. അപ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആയതുകൊണ്ട് ആ ഇൻസ്റ്റന്റിൽ അതിന്റെ കൈനറ്റിക് എനർജി എത്രയാണ്? 0. ഇനി ഈ പോയിന്റിനെ നമ്മൾ ഒറിജിൻ ആയിട്ടാണ് ചൂസ് ചെയ്തതെങ്കിൽ ഇത് ഹൈറ്റ് 0 ഉള്ള പോയിന്റ് ആണ്. ഹൈറ്റ് 0 ഉള്ള പോയിന്റ് ആണെങ്കിൽ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജിയും നമുക്ക് 0 ആയിട്ട് എടുക്കാം. കാരണം ശ്രദ്ധിച്ചോ, നമ്മൾ ഇതായിരുന്നു ബേസ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്തത്. അപ്പം ഈ പോയിന്റ് നമ്മൾ ഒറിജിൻ ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതും എത്രയാണ്? 0 ആണ്. അപ്പം ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജിയും 0. അപ്പോൾ നമുക്ക് പല പല രീതിയിൽ എടുക്കട്ടോ. പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് പറയുന്നതാണ് എനിക്ക് സുഖമായിട്ട് തോന്നുന്നത്. വേറെ രീതിയിലൊക്കെ പറയാം. എന്തായാലും ഇങ്ങനെ എഴുതി. ഇനി ഫൈനൽ കൈനറ്റിക് എനർജി, ഇവിടെ എത്തുമ്പോഴേക്കും ഈ സബ്സ്റ്റൻസിന് ഒരു വി വെലോസിറ്റി കിട്ടിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോഴേക്കും ആ സബ്സ്റ്റൻസിന് ഒരു വി വെലോസിറ്റി ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഫൈനൽ കൈനറ്റിക് എനർജിനെ ഹാഫ് mv² പ്ലസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിനെ നമുക്ക് ഈ ബേസ് ലൈനിൽ നിന്ന് ഇതൊരു h ഹൈറ്റ് താഴോട്ടേക്കാണ്, അല്ലെ ഒരു ഇത്ര ഹൈറ്റ് താഴോട്ടേക്കാണ്. അപ്പം നമ്മളുടെ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജിനെ ഞാൻ എന്ത് ചെയ്യുന്ന മൈനസ് ഓഫ്, ശ്രദ്ധിച്ചോ, മൈനസ് ഓഫ് mg ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിന് ഞാൻ r മൈനസ് h എന്ന് എഴുതാണ്. ഇങ്ങനെ എഴുതാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാ സാറേ ഈ മൈനസ് സൈൻ വെച്ചത്? ഈ മൈനസ് സൈൻ വെച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല, ഇത് ഹൈറ്റ് ബേസ് ലൈനിൽ നിന്ന് താഴോട്ടേക്കാണ്. അപ്പൊ നമ്മളുടെ ഒറിജിനിൽ നിന്ന് താഴോട്ടേക്കുള്ള ഹൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിനെ നെഗറ്റീവ് ആയിട്ട് എടുത്തു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എഴുതി. ഇനി r മൈനസ് h എന്ന് പറയുന്നത് നമുക്കറിയാം r ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ ആണ്. r മൈനസ് h എന്ന് പറയുന്നത് r ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ 0 is equal to half mv², ഈ മൈനസ് സൈൻ വരുമ്പം മൈനസ് mg ഇൻറ്റു r മൈനസ് h പകരം r ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ, ഇങ്ങനെ ഒരു ഇക്വേഷനും എഴുതാം അല്ലെ. ഇങ്ങനെ ഇക്വേഷനും എഴുതി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മൈനസ് mg ഇൻറ്റു ആ സാധനത്തിന് അപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, mgr ഇൻറ്റു 1 minus cos phi is equal to half mv². We could have a relation like this. ഇതിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ m ക്യാൻസൽ ചെയ്യാം. ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാന്നാൽ നമുക്ക് v² by r, ഞാൻ എഴുതട്ടെ, v² by r is equal to, നമുക്ക് ഈ 2 അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 2 into 1 minus cos phi എന്ന് എഴുതാം. അതായത് ഇവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യാന്നാല് നമ്മളുടെ ഈ ഇക്വേഷനിൽ നിന്നും ഈ 2 പുറത്തേക്ക് എടുത്തു, r കൊടുത്തിട്ടുണ്ട്, v² by r ഈക്വൽ. അപ്പൊ സാറ് തന്നെ ഈ v² by r എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാണ്, നമുക്ക് ഇതാ ഇവിടെ v² by r is equal to എന്നൊരു ഇക്വേഷൻ ഉണ്ട്, ഇവിടെയും v² by r is equal to എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഇതിൽ രണ്ടിനും കൂടി ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ
ഇഫ് വി ആർ ഇക്വേറ്റിംഗ് ദീസ് ടു റിലേഷൻസ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. നമുക്ക് എഴുതാം 2 into 1 minus cos phi is equal to g cos phi. എഴുതിക്കൂടെ അല്ലേ? ഇനി ഇതില് നമ്മൾ എന്ത് വിട്ടുപോയി? ഒരു ജീനെ ഇവിടെ എഴുതാൻ വിട്ടുപോയില്ലേ? അപ്പൊ ഇവിടെ ജി കൂടി ഉണ്ട്. അപ്പൊ ഇവിടെയും ഒരു ജി കൂടി ഉണ്ട് അല്ലെ? ഇതാ ഇവിടെ നിന്ന് ഇയാൾ അങ്ങോട്ട് എഴുതുമ്പോൾ ഒരു ജീനെ നമ്മൾ ഇവിടെ എഴുതേണ്ടിയിരുന്നു, അത് വിട്ടുപോയിട്ടുണ്ട്. എന്നാലും ജി ഇവിടെ എഴുതി. അപ്പൊ കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ജിയും ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ 2 minus 2 cos phi is equal to എന്ത്? ഇത് കിട്ടും, cos phi എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഈ cos phi നെ ഇവിടെ നിർത്തിയിട്ട് ഇതിനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 3 cos phi is equal to 2 എന്ന് കിട്ടും. അതിൽ നിന്ന് cos phi is equal to നമുക്ക് എന്ത് കിട്ടും? cos phi is equal to 2/3. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ കിട്ടി. cos phi is equal to 2/3. അപ്പം ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ കാണുന്നുണ്ട്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ cos phi എന്ന് പറയുന്നത് എത്രയാണ്? 2/3. cos phi equal to 2/3 ആണ്. നമുക്കത് ഇവിടെ h ന്റെ വില അറിയില്ലേ? സിൻസ് h is equal to r cos phi ആയതുകൊണ്ട് h is equal r cos phi ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് h is equal to r into cos phi ക്ക് പകരം എന്ത് കൊടുക്കാം? 2/3. അപ്പം h is equal to 2r/3. അതായത് ഈ ഒരു ഹൈറ്റ് എത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം? ആ സബ്സ്റ്റൻസ് നമ്മളുടെ ഹെമിസ്ഫിയറിന്ന് ലീവ് ചെയ്യാം. അതായത് ഗ്രൗണ്ടിൽ നിന്ന് h is equal to 2r/3 ഹൈറ്റ് ആവുന്ന സമയത്ത് ഇത് ഹെമിസ്ഫിയറിന് ലീവ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ചോദിച്ചാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ r minus h എന്ന് പറയുന്നത് എത്രയായിരിക്കും? r minus h എന്ന് പറയുന്നതിനെ നമുക്ക് r minus 2r/3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? r into 1 minus 2/3 അതായത് 3 minus 2/3 that is equal to r/3. അപ്പം ഈ ഡിസ്റ്റൻസ് r/3 ആവുന്ന സമയത്തും നമ്മളുടെ ഈ ഒരു ബോബ് ഇവിടെ നിന്ന് ലീവ് ചെയ്യും. അല്ല ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് ആണെങ്കിൽ 2r/3 ആവുന്ന സമയത്ത് ഈ ഒരു മാസ് എന്ത് ചെയ്യുന്നാൽ ഈ ഹെമിസ്ഫിയറിന്റെ മുകളിൽ നിന്ന് ലീവ് ചെയ്തിട്ട് then onwards it will move in a parabolic path. ശരിയല്ലേ? ഇനിയിപ്പം ഇതില് എത്ര ആംഗിൾ ആവുമ്പോഴാണ് ഇത് പുറത്തേക്ക് തെറിച്ചു പോവുക, അതായത് ഹെമിസ്ഫിയറിന് ലീവ് ചെയ്യുക എന്ന് ചോദിക്കുകയാണെങ്കിൽ സിൻസ് വി ഹാവ് ഒബ്റ്റെയിൻഡ് cos phi is equal to 2/3 എന്ന് കിട്ടിയത് കൊണ്ട് നമുക്കിവിടെ cos phi is equal to 2/3 ആണ്. അതുകൊണ്ട് therefore phi is equal to ആണെങ്കിൽ cos inverse of 2/3 ഈ ഒരു ആംഗിൾ ആവുമ്പം എന്തായി പോകും? അത് ഹെമിസ്ഫിയറിൽ നിന്ന് ഡിഅറ്റാച്ച് ചെയ്ത് തെറിച്ചു പോകും. ഇനി അതല്ല നമ്മളോട് ഇപ്പോൾ ചോദിക്കുന്നത് വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചു. വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ 1 minus cos phi ഇല്ലേ? cos phi എന്ന് പറയുന്നത് 2/3 ആയതുകൊണ്ട് 1 minus cos phi എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? 1 minus 2/3 എന്ന് എഴുതാം. 1 minus 2/3 എന്ന് പറയുന്നത് 3 minus 2/3 ആയിരിക്കും 1/3. അപ്പം ഇതിന് പകരം നമുക്ക് നേരെ എന്ത് ചെയ്യാം? 1/3 എന്ന് എഴുതാം അല്ലെ? അപ്പൊ 1/3 into 2g is equal to v square by r എന്ന് എഴുതാം. അതിൽ നിന്ന് v square is equal to ആണെങ്കിൽ എന്ത്? 2gr/3. അതിൽ നിന്ന് v is equal to ആണെങ്കിൽ root of 2gr/3 ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഉണ്ടാക്കാം അല്ലെ? v is equal to root of 2gr/3. ഇതിന്റെ വെലോസിറ്റി ഇത്രയാവുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ആ ബോൾ ഇതിൽ നിന്ന് ഡിഅറ്റാച്ച് ചെയ്ത് ലീവ് ചെയ്യും. അതായത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടി അല്ലെ? അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ഓർത്ത് വെക്കുന്നതല്ലാണ്. ഇതിന് റിലേറ്റഡ് ആയിട്ട് കുറേ ചോദ്യങ്ങൾ എൻട്രൻസിന് ചോദിച്ചതായി കാണാറുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ദ മോഷൻ ഓഫ് ബ്ലോക്ക് ഓവർ എ ഫ്രിക്ഷൻലെസ് ഹെമിസ്ഫിയർ. ഒരു ഫ്രിക്ഷൻലെസ് ഹെമിസ്ഫിയറിൽ ഒരു ബ്ലോക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിൾ എത്തുമ്പോൾ, അതായത് 5 ആംഗിൾ എത്തുമ്പോൾ ഇത് അതിൽ നിന്ന് ഡിഅറ്റാച്ച് ചെയ്ത് ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്
ആ കോസ് ഓഫ് ആംഗിള് 2/3 ആവുന്ന സമയത്താണ് അത് ഡിഅറ്റാച്ച് ചെയ്യുക. അല്ലെങ്കിൽ phi is equal to cos inverse of 2/3 ആവുന്ന സമയത്താണ് അത് ഇവിടുന്ന് ഡിഅറ്റാച്ച് ചെയ്ത് then onwards it will follow a parabolic path. പിന്നെ അവിടെ ഈ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റ് നിന്നാണ് അത് ഡിഅറ്റാച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് h is equal to 2r/3 ഹൈറ്റ് എന്നാണ് അത് ഡിഅറ്റാച്ച് ചെയ്യുക. അല്ല ഇവിടെയാണ് നമ്മൾ ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത് വെച്ചാൽ റെഫറൻസ് പോയിന്റിന് എത്ര താഴോട്ടേക്ക് എത്തുമ്പോഴാണ് അത് ഡിഅറ്റാച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഫറൻസ് പോയിന്റിൽ നിന്ന് r/3 താഴോട്ടേക്ക് എത്തുമ്പം അത് എന്ത് ചെയ്യും? ഡിഅറ്റാച്ച് ചെയ്യും. ഇനി ഏത് വെലോസിറ്റി അറ്റൈൻ ചെയ്യുമ്പോഴാണ് അതിന്റെ ടാൻജൻഷ്യൽ വെലോസിറ്റി എത്രയാവുമ്പോഴാണ് ഡിഅറ്റാച്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടാൻജൻഷ്യൽ വെലോസിറ്റി v is equal to √2gr/3 ആവുമ്പോൾ അത് ഡിഅറ്റാച്ച് ചെയ്യും. where r is the radius of the hemisphere, g is the acceleration due to gravity and v is the instantaneous velocity attained. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിനൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കേണ്ടി. ഇതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ കണ്ടുപിടിക്കേണ്ടി.